കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരന്റെ മടങ്ങിവരവ് നീളും. അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഹൈക്കമാൻഡ് തീരുമാനം വരും വരെ ആക്ടിംഗ് പ്രസിഡന്റായി എം ഹസൻ തുടരുമെന്നും എഐസിസി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് കെ സുധാകരൻ കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതും ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം എം ഹസന് നൽകിയതും. ഫലം വരുന്ന ജൂൺ 4 വരെ ആക്ടിംഗ് പ്രസിഡന്റ് തുടരുമെന്നായിരുന്നു അന്ന് എഐസിസി നേതൃത്വം അറിയിച്ചത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ചുമതല തിരികെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത സുധാകരൻ എഐസിസി നേതൃത്വത്തെ അറിയിച്ചു. ഈ മാസം 8-ാം തീയതിക്കുള്ളിൽ തീരുമാനം വേണമെന്നായിരുന്നു സുധാകരൻ ക്യാമ്പിന്റെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച ഒരറിയിപ്പുകളും ഇതുവരെ വന്നിട്ടില്ല. സുധാകരന്റെ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിക്കേണ്ടത് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ഈ ആവശ്യം പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. ജൂൺ 4 വരെ ഹസൻ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയുമുണ്ട്. കെ സുധാകരന്റെ മടങ്ങിവരവിൽ വിവാദങ്ങളുടെ ആവശ്യമില്ലെന്നായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത്. പ്രസിഡന്റ് എന്നാൽ എനിക്ക് ഒഫീഷ്യലായി ഇപ്പോഴും പ്രസിഡന്റ് ശ്രീ സുധാകരൻ തന്നെയാണ്. ഇതിനിടെ കെപിസിസിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട മുറവിളികളും തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടനെ നേതൃനിരയിൽ മാറ്റം വേണമെന്നാണ് ആവശ്യം. യുവനിര നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് ചില നേതാക്കളുടെ പക്ഷം. ഇതിലും തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. മീഡിയ 1 തിരുവനന്തപുരം.